മകരവിളക്ക് കണക്കിലെടുത്ത് ശബരിമല സന്നിധാനത്ത് കെഎസ്ഇബിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമല സന്നിധാനത്ത് വെളിച്ചം എത്തിക്കുവാൻ താൽക്കാലിക വിളക്കുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. മരക്കൂട്ടം മുതൽ പാണ്ടിത്താവളം വരെയുള്ള സെക്ടർ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ തങ്ങുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ മേഖലയിൽ മാത്രമായി 3000 ട്യൂബ് ലൈറ്റുകളും LED ലൈറ്റുകളും വൈദ്യുതി ബോർഡ് താൽക്കാലികമായി സജ്ജമാക്കുന്നുണ്ട്. മകരവിളക്ക് കാണുന്നതിനായി ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ തങ്ങുന്ന പാണ്ടിത്താവളത്തിൽ മാത്രം 1000-ലധികം താൽക്കാലിക വിളക്കുകളാണ് KSEB ഒരുക്കുന്നത്. ഇത് സ്ഥാപിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. പുല്ലുമേട് പാതയിലും പാണ്ടിത്താവളത്തിന്റെ അടിവാരത്തിലും ഇത്തവണ വെളിച്ചമെത്തും. ഇവിടെ കാട്ടാനശല്യം കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഇതുകൂടാതെ വെളിച്ച സംവിധാനം ദേവസ്വം ബോർഡും ഒരുക്കുന്നുണ്ട്. നമുക്കുള്ളതെന്ന് വെച്ചാൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന കാര്യം. നമുക്കത് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അവർ എവിടെയൊക്കെ ഏതൊക്കെ ഭാഗത്ത് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ പൂർണ്ണസന്നദ്ധമായി എല്ലാ അറേഞ്ച്മെൻറ്റും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ലൈറ്റുകളും കോൺട്രാക്ടർ എല്ലാ സംവിധാനവും KSEB റെഡിയാക്കിയിട്ടുണ്ട്. പാണ്ടിത്താവളത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത് 3ാമത്തെ ദിവസം ആയിട്ട് വർക്ക് ഏകദേശം 200-ഓളം അഡീഷണൽ ലൈറ്റുകൾ നമ്മളിപ്പോൾ LED ആയിട്ടും ട്യൂബ് ലൈറ്റ് ആയിട്ടും നമ്മൾ സ്ഥാപിച്ച് കഴിഞ്ഞു. ഇനിയും കുറച്ച് സ്ഥലങ്ങൾ അവരിങ്ങനെ ഓരോ ദിവസവും പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇത് അറേഞ്ച് ചെയ്യുന്നു. വൈദ്യുതി ചാർജ് ദേവസ്വം ബോർഡാണ് നൽകുന്നത്. കൊച്ചു പമ്പയിൽ നിന്നും 66 kV പ്രസരണ ശേഷിയുള്ള വൈദ്യുതി ലൈൻ വഴിയാണ് പമ്പയിലേക്കും ശബരിമല സന്നിധാനത്തേക്കും ആവശ്യമായ വൈദ്യുതി എത്തുന്നത്. വൈദ്യുതി വിതരണത്തിനായി പമ്പയിൽ പ്രത്യേക സബ്സ്റ്റേഷനുണ്ട്. 3 ഫീഡറുകൾ വഴിയാണ് സന്നിധാനത്തെ വൈദ്യുതി വിതരണം. അതുകൊണ്ട് തന്നെ വൈദ്യുതി തടസ്സപ്പെടില്ലെന്നാണ് KSEBയുടെ ഉറപ്പ്. വൈദ്യുതി വിതരണത്തിന് സന്നിധാനത്ത് 22 ട്രാൻസ്ഫോമറുകളാണ് ഉള്ളത്. മുടക്കം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞതായി വൈദ്യുതി ബോർഡ് അധികൃതർ പറഞ്ഞു. തീർത്ഥാടനകാലം തുടങ്ങുന്നതിനും 3 മാസം മുമ്പ് തന്നെ വൈദ്യുതി ബോർഡ് ഒരുക്കങ്ങൾ തുടങ്ങും. മകരവിളക്ക് ദിവസം 100-ലധികം ജീവനക്കാരും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും പമ്പയിലും സന്നിധാനത്തുമായി ഉണ്ടാകും. ശബരിമല സന്നിധാനത്തു നിന്നും സബിൻ ചെറ്റിയിലും അനന്തുവിനൊപ്പം D ബിനോയ്, കേരള വിഷൻ ന്യൂസ്.